ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് അവരുടെ ഭീതി, അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്കറിയാലോ, 25 വർഷം മുമ്പ് ആ സംഭവം ഉണ്ടായത്. 4 നൂറ്റാണ്ട് കഴിയുന്നു ഗുജറാത്ത് കലാപം, എല്ലാവരുടെയും സ്മരണകളിൽ നിന്ന് മറഞ്ഞുപോയി. അതെച്ചാല് ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന് ശേഷം ജനിച്ച കുട്ടിക്ക് 23 വയസ്സായി, 24 വയസ്സായി, അവരൊന്നും ഒന്നും ഓർക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. വീണ്ടും പ്രശ്നമായി. ഈ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ എന്റെ സ്വന്തം സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ കൊടുത്തിരുന്നില്ല. രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കും വിസ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ UK-യിലേക്കും വിസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കൽ ഈ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി അപേക്ഷിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ എംബസി ഒരു വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി. ആ വാർത്താസമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ വരിയാണ് അംബാസഡർ വന്നിട്ടുള്ളത്, ഒറ്റ വരിയാണ്: നരേന്ദ്രമോദിക്ക് വിസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് നടന്നു പോവുകയാണ്. ഇത്ര ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ലോകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്.